അറിവിന്റെ പൊന്നോണം ഇത്തവണ CC-യോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8921440580. ഹായ്, ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് പ്രശാന്ത്. നിങ്ങൾക്കറിയാം, CSEB എക്സാം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇക്കുറി നമുക്ക് എന്ത് ചെയ്യണം? CSEB എക്സാം ക്യാച്ച് ചെയ്യണം. അപ്പോൾ CC-യോടൊപ്പം നിങ്ങൾ ചേരുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാം? ഈ വർഷത്തെ CSEB എക്സാം നമുക്ക് ക്യാച്ച് ചെയ്യാം. ഇത്തവണ ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ CSEB എക്സാം എളുപ്പമാക്കി തരാൻ. ഞാൻ ഇവിടെ എടുക്കുന്ന ടോപ്പിക്ക് അക്കൗണ്ടൻസിയാണ്. നമുക്ക് ഇന്ന് അക്കൗണ്ടൻസിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് വൈകാതെ പോവാം. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് അക്കൗണ്ടിങ് എന്നാണ്. ഓക്കെ, അക്കൗണ്ടിങ് എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അക്കൗണ്ടിങ്ങിനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ബുക്ക് കീപ്പിംഗ് അല്ലേ? അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും. ഇത്തരത്തിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം സാധാരണഗതിയിൽ അക്കൗണ്ടിങ്ങിന് വേറൊരു പോർഷൻ തന്നെയാണ് ബുക്ക് കീപ്പിംഗ് എന്നത്. സോ ഇവിടെ അക്കൗണ്ടൻസി എന്ന കാര്യം പറയുമ്പോൾ എന്താണ് അക്കൗണ്ടൻസി നമ്മൾ നോക്കണം. അതിന് നമുക്ക് ഡെഫിനിഷൻ ആവശ്യമാണ്. എന്താണ് അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ആരാണ് പറഞ്ഞത്? ഇൻ 1941 1941 ആരാണ് ഡിഫൈൻ ചെയ്തത്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, AICPA. അങ്ങനെ ഒരു അസോസിയേഷനാണ് എന്ത് ചെയ്തത്? ആ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നത്. എന്താ അവിടെ പറയുന്നത്? അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയറോഫ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന, അതായത് ഫിനാൻഷ്യൽ ഒരു കമ്പനിക്ക് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും പല രീതിയിലുള്ളതായിരിക്കാം അല്ലേ? ചിലപ്പോൾ കടത്തിന് കൊടുക്കുന്നുണ്ടാവും, കടം വാങ്ങിയതുണ്ടാവും, അതേപോലെ തന്നെ മുൻകൂറായി കിട്ടിയതുണ്ടാവും. ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടാവും. അതുപോലെ എക്സ്പെൻസ് ഉണ്ടാവും, ഇൻകം ഉണ്ടാവും, അതേപോലെ ഒരുപാട് ട്രാൻസാക്ഷൻ അറ്റ് എ ടൈമിൽ എന്ത് നടക്കുന്നുണ്ടാവും? ഒരു ബിസിനസ്സിൽ നടക്കുന്നുണ്ടാവും. സോ ഇതിനൊക്കെ സിഗ്നിഫിക്കൻ്റ് മാനറിലേക്ക് കൊണ്ടുവരിക. എന്താണ് സിഗ്നിഫിക്കൻ്റ് മാനർ എന്ന് വെച്ചാൽ? അതിനെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഗ്രൂപ്പിംഗ് ചെയ്യാനാവോ അതേപോലെ ഗ്രൂപ്പിംഗ് ചെയ്യാം. നമുക്ക് ഒരു കാര്യം ചിന്തിച്ചു നോക്കാം. നമ്മളിപ്പോൾ ഒരു ബിസിനസ് ആണ് നടത്തുന്ന ആളാണ്. ഒരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ ഒരു ദിവസം തന്നെ അവർക്ക് 100 150 ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടാവും അല്ലേ? സാലറി കൊടുത്തിട്ടുണ്ടാവും, വേജസ് കൊടുത്തിട്ടുണ്ടാവും, അതേപോലെ എക്സ്പെൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടാവും, അതേപോലെ ഇൻകവും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസത്തെ ഒന്നാകെ നമ്മൾ ചാർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് എന്താണ്? ഇൻകവും എക്സ്പെൻസും ഒരുപാട് ഉണ്ടാവും അല്ലേ? നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തുടരെ റിപ്പോർട്ട് ചെയ്യാതെ ഇൻകം എത്രയാണോ അതൊരു സൈഡിൽ എഴുതുക, എക്സ്പെൻസ് എത്രയാണോ അതൊരു സൈഡിൽ എഴുതുക. ഇതേപോലെ എന്ത് ചെയ്യണം? കടം കൊടുത്തതും വാങ്ങിയതും ഉണ്ടാവും അല്ലെ? കടം വാങ്ങിയ, അതായത് കടത്തിന് വാങ്ങിയ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊരു സൈഡിൽ എഴുതാം. ഇനി നമ്മൾ കടമായിട്ട് കൊടുത്ത ഉൽപ്പന്നങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊരു സൈഡിൽ എഴുതാം. ഇങ്ങനെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെ നമ്മളെ ബിസിനസ്സിൽ നടന്ന എല്ലാവിധ ആക്ടിവിറ്റീസിന്, ഫിനാൻഷ്യലി നടന്ന ആക്ടിവിറ്റീസിനൊക്കെ അതിൻ്റെ രൂപത്തിൽ എങ്ങനെ ചെയ്യണം? ആദ്യം റെക്കോർഡിങ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ക്ലാസിഫൈങ് ചെയ്യുക. എങ്ങനെയാണോ റെക്കോർഡ് ചെയ്തത് അത് റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനെ ക്ലാസിഫിക്കേഷൻ നടത്തുക. പിന്നെ സമ്മറൈസിങ്, അതിനെന്ത് ചെയ്യുക? വെച്ച് കൂടി ആലോചിപ്പിക്കുക. അത് കൂടാതെ എന്താണ്? ഇൻ സിഗ്നിഫിക്കൻ്റ് മാനർ, അതായത് അത് എവിടെയാണോ പോസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണോ വരേണ്ടത് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ചിന്തിച്ചുകൊണ്ട് ഒരു സിഗ്നിഫിക്കൻ്റ് മാനറിൽ നമ്മൾ എന്ത് ചെയ്യുക? റിപ്പോർട്ടിങ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുക. അപ്പം നമ്മളെ കയ്യിലുള്ള എൻട്രീസിനെയും അല്ലെ നമ്മളെ കയ്യിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളെ നമ്മൾ റെക്കോർഡ് ചെയ്ത്, ക്ലാസിഫൈ ചെയ്ത്, സമ്മറൈസ് ചെയ്ത്, അനലൈസ് ചെയ്ത് ഒരു റിപ്പോർട്ടാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയാം. അക്കൗണ്ടിങ് അഥവാ അക്കൗണ്ടൻസി എന്ന് പറയാം. ഇതാണ് അക്കൗണ്ടൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഇനി അക്കൗണ്ടൻസിയിലെയോ അല്ലെ അക്കൗണ്ടിങ്ങിലോ ചില ബേസിക് ടേംസ് നമുക്ക് അറിയണം അല്ലെ? ചില ടേംസ് ഉണ്ട്. എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അക്കൗണ്ടൻസിയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടേംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓരോന്നേരം നമുക്ക് നോക്കാം. ഒന്നാമതാണ് എൻറ്റിറ്റി. എൻറ്റിറ്റി എന്താ? എൻറ്റിറ്റി എന്ന് വെച്ചാൽ എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡിഫൈനറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. അതായത് നമ്മളെ ഇവിടെയുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുക. ബിസിനസിൻ്റെ കേസിലാകുമ്പോൾ
ഒരു ബിസിനസ്സിന്, അതായത് സ്പെസിഫിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയാം. ഉദാഹരണം എന്തൊക്കെ പറയാം നോക്കൂ. എന്റർപ്രൈസ് സൂപ്പർ ബസാർ, ഹയർ ജ്വല്ലേഴ്സ്, ITC ലിമിറ്റഡ്. ഇത്തരത്തില് ഇവിടെ ഒരു ഇൻഡിവിജ്വലി എക്സിസ്റ്റൻസ് ഉള്ള ചില ബിസിനസ് എൻറ്റിറ്റികളെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുക. ബിസിനസ്സുകളെയാണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് പറയുന്നത്, എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ട്രാൻസാക്ഷൻ. എന്താണ് ട്രാൻസാക്ഷൻ? Transaction means an event involving some valuable between two or more entities. It can be a purchase of goods, receipt of money, payment to a creditor, etc. അതായത് രണ്ട് പേര് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് എൻറ്റിറ്റികൾ തമ്മിലുള്ള വാല്യൂസും മറ്റും കൈമാറ്റം നടത്തുന്നുണ്ടെങ്കിൽ, ഓക്കെ, രണ്ട് എൻറ്റിറ്റീസോ അല്ലെങ്കിൽ രണ്ട് പേരോ തമ്മിൽ വാല്യൂസ് പരസ്പരം കൈമാറ്റം നടത്തുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ട്രാൻസാക്ഷൻ പറയാം. എന്താ ഉദാഹരണം പറയുമ്പോൾ, പേയ്മെന്റ് ചെയ്യുന്നു, അവിടെ രണ്ടാളുണ്ട് അല്ലേ, ഒരാൾ കൊടുക്കുന്ന ആളുണ്ട്, ഒരാൾ വാങ്ങുന്ന ആളുണ്ട്. അത്തരത്തിൽ പേയ്മെന്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുമ്പോൾ എന്തുണ്ട്, ഒരാൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, മറ്റേ ആൾ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ രണ്ട് എൻറ്റിറ്റി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ രണ്ട് പേര് ചെയ്യുന്ന രണ്ട് എൻറ്റിറ്റികൾ ചേർന്ന് നടക്കുന്ന വാല്യൂ എക്സ്ചേഞ്ചിനെ നമുക്ക് എന്ത് പറയാം, ട്രാൻസാക്ഷൻ എന്ന് പറയാം. ട്രാൻസാക്ഷൻ. ഓക്കെ. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അസറ്റ്. എന്താണ് അസറ്റ് എന്ന് വെച്ചാൽ, അസറ്റ് ആർ എക്കണോമിക് റിസോഴ്സസ് ഓഫ് ആൻ എന്റർപ്രൈസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഫുള്ളി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. അതായത് അസറ്റ് എന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള ആസ്തികളെയാണ് പറയാം. നമ്മളെ ബിസിനസ്സിലുള്ള ആസ്തികളെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയാം. ഫർണിച്ചർ നമുക്ക് പറയാം, മെഷീനറി പറയാം, പ്ലാന്റ് ആൻഡ് മെഷീനറി പറയാം. അതേപോലെ എന്ത് പറയാം, നമുക്ക് ആ ഒരു കമ്പനിക്കുള്ള എൻറ്റയർലി എല്ലാ ആസ്തികളെയും അല്ലെങ്കിൽ റിസോഴ്സുകളെയും അവിടെ പറയുന്നുണ്ട് എക്കണോമിക് റിസോഴ്സുകളെയാണ് പറയുന്നത് അല്ലേ, വെറും റിസോഴ്സ് അല്ല. ആ കമ്പനിക്കുള്ള എക്കണോമിക് റിസോഴ്സുകളെ നമ്മൾ പറയുകയാണ് അസറ്റ് എന്ന് നമുക്ക് പറയാം. നമ്മളെ കമ്പനിക്കുള്ള എക്കണോമിക് റിസോഴ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയാം. അസറ്റ്. അപ്പോൾ അസറ്റ് എന്ന് വെച്ചാൽ എക്കണോമിക് റിസോഴ്സസ് ആണ്, നമ്മളെ കമ്പനിക്കുള്ള അല്ലെങ്കിൽ നമ്മളെ കമ്പനിയുടെ കയ്യിലുള്ള ഒരു ഏർണിങ്സും കൂടിയാണ് എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഒന്നാണ് ലാബിലിറ്റി എന്ന് പറയുന്ന കാര്യം. ലാബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറയണം ബാധ്യതകളെയാണ് ലാബിലിറ്റി എന്ന് പറയുക അല്ലേ. നമ്മളെ കമ്പനിക്കുള്ള ബാധ്യതകളെയാണ് നമ്മൾ ലാബിലിറ്റി എന്ന് പറയുന്നത്. എന്ത് പറയുന്നു, ലാബിലിറ്റീസ് ആർ ഒബ്ലിഗേഷൻസ് ഓർ ഡെബ്റ്റ്സ് ദാറ്റ് കാൻ എന്റർപ്രൈസ് ഹാസ് ടു പേ അറ്റ് സം ടൈംസ് ഇൻ ദി ഫ്യൂച്ചർ. അതായത് നമ്മളെ കമ്പനിക്ക് ഉണ്ടാവുന്ന ചില തരത്തിലുള്ള ബാധ്യതകളെയാണ് നമ്മൾ പ്രധാനമായിട്ട് എന്ത് പറയാം, ലാബിലിറ്റി എന്ന് പറയാം. ബാധ്യതകളെയാണ് ലാബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അടുത്താണ് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ, ക്യാപിറ്റലിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ സൂചിപ്പിക്കേണ്ട കാര്യം, ഇവിടെ രണ്ട് പേര് ക്യാപിറ്റലിൽ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഓണറും ഉണ്ട്, അതേപോലെ ഫേമും ഉണ്ട്. ഓക്കെ. ഒരു ഓണർ ആ ഫേമിലേക്ക് കൊണ്ടുവരുന്ന മണി അല്ലെങ്കിൽ ആ ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം. ഇവിടെ നോക്കൂ, amount invested by the owner in the firm is known as capital. അതായത് ഫേമിലേക്ക് ഒരു ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ഫേമിലേക്ക് ആ ഓണർ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യാണ്. സോ അതിനെയാണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ആ ബിസിനസ്സിന് നമ്മൾ പഠിക്കുന്നുണ്ട്. എവിടെ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ പഠിക്കും, ഓരോ കോൺസെപ്റ്റിനെ പറ്റി പഠിക്കും. ഓക്കെ. അതിൽ പറയുന്നുണ്ട് എന്താണ്, അവിടെ ഫേം വേറെ ഓണർ വേറെ എന്ന് പറയുന്നുണ്ട്. സോ അതേപോലെ തന്നെ ഇത്തരത്തിൽ ആ ഓണർ എമൗണ്ട് കൊണ്ടുവരുന്ന സമയത്ത് ആ എമൗണ്ടിന് ബിസിനസ് ആരാണ്, അതായത് ഇൻവെസ്റ്റർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവിടെ എമൗണ്ട് ആര് കൊണ്ടുവരുന്നുണ്ട്, ഓണർ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. എമൗണ്ട് ഓണർ കൊണ്ടുവരുന്നുണ്ട്. ആ സമയം ബിസിനസ് ആർക്ക് ലാബിൾ ആണ്, ഓണർക്ക് ലാബിൾ ആണ് അല്ലേ. ഓണർ വേറെ ബിസിനസ് വേറെ നമ്മൾ പഠിക്കും. അത്തരത്തില് ഓണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് ബിസിനസ് എന്താണ്, അവിടെ ഒരു ഒബ്ലിഗേഷൻ, അവിടെ ബിസിനസ്സിന് ഒരു ഒബ്ലിഗേഷൻ ടു ക്ലെയിം ആണ്. അത് ഓവർകം ചെയ്യാനുള്ള ഒരു ക്ലെയിം അവിടെ കൊടുക്കുന്നുണ്ട്. അത്തരത്തില് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ, അതായത് ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഇൻവെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു ടേമാണ് സെയിൽസ്. എന്താണ് സെയിൽസ് എന്ന് വെച്ചാൽ, സെയിൽസ് ആർ ടോട്ടൽ റവന്യൂസ് ഫ്രം ഗുഡ്സ് ഓർ സർവീസസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സ്. അതായത് നമ്മൾക്ക് കിട്ടുന്ന ടോട്ടൽ റവന്യൂ ആണ്. എന്ത് മൂലം, നമ്മൾ ഗുഡ്സ് ഓർ സർവീസസുകൾ വിറ്റിട്ട്, അതായത്
മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് വിറ്റിട്ട് നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ സെയിൽ എന്ന് പറയുക. വിറ്റ് കിട്ടുന്ന നമ്മളെ റവന്യൂവിനാണ് നമ്മൾ സെയിൽ എന്ന് പറയുക. അത് ഏത് തരത്തിലാവാം? ഒന്നുകിൽ ക്യാഷ് സെയിൽ ആവാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിലും ആവാം, രണ്ടുമായേക്കാം. ഓക്കെ, അടുത്താണ് റവന്യൂ. എന്താ റവന്യൂ? These are the amount to the business earned by selling its product or providing services to customer. അതായത് കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ഗുഡ്സോ മറ്റോ സർവീസസോ നടത്തുന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഏർണിങ്സിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസ് കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദി പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ ആർ നോൺ ആസ് എക്സ്പെൻസ്. അതായത് ഇവിടെ രണ്ട് വേർഡുകൾ പഠിക്കുന്നുണ്ട്. കോസ്റ്റ് എന്നൊരു ഭാഗം പഠിക്കുന്നുണ്ട്, ചെലവ് അല്ലെ. കോസ്റ്റ് എന്ന് വെച്ചാൽ ചെലവാണ്. അതായത് ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ചെലവുകളെ, ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ചെലവുകളെ നമ്മൾ എന്ത് പറയും? എക്സ്പെൻസുകൾ എന്ന് പറയും. എക്സ്പെൻസ് എന്ന് പറയും. അതായത് കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദി പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ ആർ നോൺ ആസ്. അതായത് റവന്യൂ ഏൺ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ചെലവുകളെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? എക്സ്പെൻസ് എന്ന് പറയുന്നുണ്ട്. അടുത്ത് നോക്കാം. എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ സ്പെൻഡിങ് മണി ഓർ ഇൻകറിംഗ് എ ലാബിലിറ്റി ഫോർ സം ബെനിഫിറ്റ് സർവീസ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റോ അല്ലെങ്കിൽ എന്താണ് പ്രോപ്പർട്ടിയോ മറ്റോ അതിനു വേണ്ടി മണി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എത്തരത്തിലുള്ള ലാബിലിറ്റീസിന് വേണ്ടി മണി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാം? എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഒന്നുകൂടി പറയാം. എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ സ്പെൻഡിങ് മണി ഓർ ഇൻകറിംഗ് എ ലാബിലിറ്റി ഫോർ സം ബെനിഫിറ്റ് സർവീസ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. നമ്മളെ കൂടുതൽ അതായത് ഫിക്സഡ് അസറ്റുകളോ അല്ലെങ്കിൽ മറ്റു പ്രോപ്പർട്ടികളോ ഒക്കെ നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവുമ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി അല്ലെങ്കിൽ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക അതുമൂലം ഉണ്ടാവുന്ന ലാബിലിറ്റികളെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്താണ് പ്രോഫിറ്റ്. എന്താണ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ the excess of revenue of a period over its related expenses during an accounting year is profit. അതായത് ഒരു അക്കൗണ്ടിങ് ഇയറിൽ നമുക്ക് ഉണ്ടാവുന്ന ഏർണിങ്സ്, അതായത് നമ്മൾ എക്സ്പെൻസ് കഴിഞ്ഞു, എക്സ്പെൻസിന്റെ മുകളിൽ നമുക്ക് ഉണ്ടാവുന്ന റവന്യൂവിനാണ് നമ്മൾ എന്ത് പറയാ? പ്രോഫിറ്റ് എന്ന് പറയാം. അതൊരു അക്കൗണ്ടിങ് ഇയറിലാണ് അല്ലെ അക്കൗണ്ടിങ് പീരീഡിലാണ്. ഇനി ലോസ് എന്താണ്? ഇവിടെ പ്രോഫിറ്റ് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരിക? ലോസ് വരാം. പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന, അതായത് എക്സ്പെൻസ് ഓവർ റവന്യൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താ അവിടെ സൂചിപ്പിക്കുന്നത്? നമ്മൾ റവന്യൂ കൂടുതലാണ് ഇതിനേക്കാൾ, ചെലവിനേക്കാൾ. അപ്പോൾ ലോസ് എന്ന് പറയുമ്പോൾ എന്താ? ചെലവ് കൂടുതലാണ് ഏതിനേക്കാൾ? വരവിനേക്കാൾ. അതിനാണ് നമ്മൾ എന്ത് പറയാം? ലോസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേമും നമുക്ക് പെട്ടെന്ന് മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതൊന്നുകൂടി സ്ട്രെസ് ചെയ്ത് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടിങ് ഇയറിൽ നമുക്കുണ്ടാവുന്ന ചെലവിനേക്കാൾ കൂടുതൽ വരവാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയും. ഇനി ലോസ് എന്ന് പറയുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചെലവാണെങ്കിൽ ലോസ് എന്ന് നമ്മൾ സൂചിപ്പിക്കും. ഓക്കെ, അടുത്ത നോക്കാം. വൗച്ചറാണ്. വൗച്ചർ എന്ന് വെച്ചാൽ നമ്മളൊരു സെയിലോ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനോ നടത്തി. ആ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു എവിഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൗച്ചർ എന്ന് പറയുന്നത്. ദ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്ററി എവിഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൗച്ചർ എന്ന് പറയുക. വൗച്ചർ. ദെൻ അടുത്താണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാപിറ്റലായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. കാരണം നമ്മളെ ആണ് ഓണർ. നമ്മളൊരു ബിസിനസിന്റെ ഓണർ ആണെങ്കിൽ ആ ബിസിനസ്സിൽ നിന്നും ഓണറായ ഞാൻ വിഡ്രോ ചെയ്യുന്ന മണിയെയാണ് നമ്മൾ എന്ത് പറയുക? ഡ്രോയിങ്സ് എന്ന് പറയാം. അതായത് ഞാനൊരു ബിസിനസിന്റെ ഓണർ ആണെങ്കിൽ ഞാൻ ആ ബിസിനസ്സിൽ നിന്നും പൈസ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വിഡ്രോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഡ്രോയിങ് എന്ന് പറയാം. അവിടെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണ്? ഓണറാണ് അല്ലേ? ആ ഓണറാണ് എന്ത് ചെയ്യുന്നത്? വിഡ്രോ ചെയ്യുന്നത്. ബിസിനസ്സിൽ നിന്നും ഓണർ എന്ത് ചെയ്യാണ്? വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും. എന്താണ് ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും? ഇവിടെ ഡെറ്റേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഡെറ്റേഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഡെറ്റേഴ്സ് ആർ പേഴ്സൺ ആൻഡ് ഓർ അതർ എൻറ്റിറ്റീസ് ഹു ഹോസ്
ടു ആൻ എന്റർപ്രൈസ് ആൻ എമൗണ്ട് ഫോർ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ക്രെഡിറ്റ്. നമ്മളെ ബിസിനസ്സിന്, അതായത് നമ്മളെ ബിസിനസ്സിന് പൈസ തരാനുള്ള ആൾക്കാർ. ഓക്കെ, ബിസിനസ്സിന് പൈസ തരാനുള്ള ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുക, ഡെറ്റേഴ്സ് പറയുക. ബിസിനസ്സിന് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാർ, നമ്മൾ ബിസിനസ്സിന് പൈസ തരാനുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നു, ഡെറ്റേഴ്സ് എന്ന് പറയുന്നു. അടുത്താണ് ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് വെച്ചാലോ, ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺ ആൻഡ് ഓർ അതർ എൻറ്റിറ്റീസ് ഹു ഹാവ് ടു ബി പെയ്ഡ് ബൈ ദ എന്റർപ്രൈസ്. അതായത് ഞാൻ എന്റർപ്രൈസ് ആണ് അല്ലേ, ആ എന്റർപ്രൈസ് പൈസ കൊടുക്കാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. നമുക്കറിയാം CSEBയുടെ എക്സാം ഇപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ പുതിയ എക്സാമിന് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും, നമുക്ക് വരുന്നുണ്ട്. സോ ഇവിടെ ഞങ്ങൾ, അതായത് ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ, ഇവിടെ പുതിയൊരു CSEBയുടെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഏരിയ കവർ ചെയ്താൽ നോട്ടിഫിക്കേഷൻ വന്നാലും നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് എത്തി നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൂടാതെ നല്ല രീതിയിൽ പഠിക്കാനും നമുക്ക് പറ്റും. സോ നമ്മളിവിടെ CCയിൽ പുതിയ CSEB എക്സാമിൻ്റെ പുതിയ കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. അതായത് സിലബസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ക്ലാസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലൈവ് സെക്ഷൻ, ആ ലൈവ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ ഫാക്കൽറ്റീസിനോട് സംശയങ്ങൾ ചോദിച്ച് അവിടെ തന്നെ ആ സംശയങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്നതാണ്. മോഡൽ എക്സാംസ് ഉണ്ട്, അതേപോലെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, ഇങ്ങനെ ഒരുപാട് സവിശേഷതകളോട് കൂടിയിട്ടാണ് ഇക്കുറി എന്ത് നടക്കുന്നത്, CSEB എക്സാമിൻ്റെ പുതിയ കോഴ്സ് ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഇറക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനും കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾക്കും ബോർഡ് നമ്പറിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ താഴെ ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ലപ്പ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടൻസി. അതായത് അക്കൗണ്ടൻസിൻ്റെ ഗോൾഡൻ റൂൾസിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ന്യായം വേണം അല്ലേ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാൾ മുന്നിൽ പോയിട്ട് പറയാൻ പറ്റുള്ളൂ. സോ ഇതേപോലെ തന്നെ അക്കൗണ്ടൻസിയിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിന് പ്രോപ്പർ ആയുള്ള റൂൾസ് ഉണ്ടായിരിക്കണം അല്ലേ. നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയും എന്താ, കാൽനട യാത്രക്കാർ വലത് ഭാഗത്തൂടെ നടക്കാവൂ അല്ലേ, വണ്ടികളൊക്കെ ഇടത് ഭാഗത്തൂടെ പോകാവൂ. അതേപോലെ സ്കൂൾ ഏരിയയിൽ ഇത്ര മാത്രമേ സ്പീഡ് പാടുള്ളൂ, നഗരപരിധിയിൽ ഇത്ര മാത്രമേ സ്പീഡ് പാടുള്ളൂ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ബെറ്റർ ആയ രീതിയിൽ വാഹനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അതേപോലെ നല്ല രീതിയിൽ ആക്സിഡൻറ്റ് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നത്. സോ അതേപോലെ അക്കൗണ്ടൻസി എന്നൊരു കാര്യം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്നുള്ളൊരു കാര്യം പ്രോപ്പർ വേയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയും കുറച്ച് റൂൾസ് ഉണ്ടാക്കിയത്. പ്രധാനമായിട്ടും നമുക്ക് 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും 3 അക്കൗണ്ടുകളെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. ഇത്തരത്തിൽ 3 എണ്ണമാണ് നമുക്ക് പറയാനുള്ളത്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. എന്താണ് പേഴ്സണൽ അക്കൗണ്ട്? ദീസ് അക്കൗണ്ട് ടൈപ്സ് ആർ റിലേറ്റഡ് ടു പേഴ്സൺസ്. These persons may be natural persons like Raj's account, Rajesh account, or these persons can be artificial person like a partnership firm, companies, body corporate, association, etc. അതായത് നമ്മൾ പറയുന്ന നാച്ചുറൽ പേഴ്സണോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പേഴ്സണോ രണ്ടുമാണ് ആ 2 ആൾക്കാരും തമ്മിലുള്ള. ഇവിടെ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ട കാര്യം എന്താണ്, 2 തരത്തിലുള്ള പേഴ്സൺസ് അവിടെ ഉണ്ട് അല്ലേ. അതാണ് ഒന്നാമതാണ് നാച്ചുറൽ പേഴ്സൺസ്, രണ്ടാമതാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്. നാച്ചുറൽ പേഴ്സൺസും ആർട്ടിഫിഷ്യൽ പേഴ്സൺസും. സോ ഈ നാച്ചുറൽ പേഴ്സൺസിൻ്റെയും അല്ലെ ആർട്ടിഫിഷ്യൽ പേഴ്സൺസുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ടൈപ്പുകളെയാണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ അവിടെ സൂചിപ്പിക്കാം, പാർട്ണർഷിപ്പ് ഫേമിനെ പറ്റി പറയാം അല്ലേ, കമ്പനീസിനെ പറ്റി പറയാം, ബോഡി കോർപ്പറേറ്റിനെ പറ്റി പറയാം. ഇതൊക്കെ എന്താണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ആ ആർട്ടിഫിഷ്യൽ പേഴ്സൺസിന്റെ അക്കൗണ്ട് എവിടെ ഉണ്ടാവുക, പേഴ്സണൽ അക്കൗണ്ടിലാണ് ഉണ്ടാവുക. ഇനി നമ്മളെ പോലുള്ള നാച്ചുറൽ പേഴ്സൺസ് അല്ലേ, നമ്മളെ പോലെ രാജ് അക്കൗണ്ട്, രാജേഷ് അക്കൗണ്ട്, ഇത്തരത്തില് നമ്മളെ പോലുള്ള നാച്ചുറൽ പേഴ്സൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെയും അക്കൗണ്ട് എവിടെ ഉണ്ടാവുക, പേഴ്സണൽ അക്കൗണ്ടാണ് ഉണ്ടാവുക. സോ നാച്ചുറൽ പേഴ്സൺസിൻ്റെയും ആർട്ടിഫിഷ്യൽ പേഴ്സൺസിൻ്റെയും ഒക്കെ അക്കൗണ്ട്സ്, അത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സ് അവിടെ റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിൽ പേഴ്സണൽ അക്കൗണ്ട്സിന് ഒരു റൂൾ ഉണ്ട്. എന്താ റൂൾസ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇതാണ് അതിൻ്റെ റൂള്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് എന്ന് വെച്ചാൽ ആരാണ്, റിസീവർ ആണ്. ക്രെഡിറ്റ് എന്ന് വെച്ചാൽ അത് ഗിവർ ആണ്. ഇതാണ് പേഴ്സണൽ അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ലോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്താ, റിയൽ അക്കൗണ്ട് ആണ്. അടുത്തത് റിയൽ അക്കൗണ്ട്. എന്താ റിയൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ? റിയൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഇതും പറയുന്നുണ്ട്, ദീസ് അക്കൗണ്ട് ടൈപ്സ് ആർ റിലേറ്റഡ് ടു അസറ്റ് ഓർ പ്രോപ്പർട്ടീസ്.
അസറ്റുമായിട്ടോ അല്ലെങ്കിൽ അതർ പ്രോപ്പർട്ടിയുമായിട്ടോ ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചേർക്കുന്ന അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് ഏത് തരത്തിലാവാം? അതൊന്നുകിൽ ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ഒക്കെ ആവാം. ഇത് രണ്ടും അവിടെ കൂടിച്ചേർക്കാൻ പറ്റും. ടാഞ്ചിബിൾ ആയിക്കോട്ടെ, ഇൻടാഞ്ചിബിൾ ആയിക്കോട്ടെ, അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട, നമ്മൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അസറ്റ് ഓർ പ്രോപ്പർട്ടീസിൻ്റെ ഒക്കെ കാര്യങ്ങൾ അവിടെ അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ റിയൽ അക്കൗണ്ട്സ് എന്ന് പറയാം. അതിനും ഇതേപോലെ ലോ ഉണ്ട്. എന്താ പറയുന്നത്? ഡെബിറ്റ് വാസ് കംസ് ഇൻ, ദെൻ ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റൂള്. ഡെബിറ്റ് വാസ് കംസ് ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. ഇതാണ് റിയൽ അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലോ എന്ന് പറയുന്നത്. അടുത്ത അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. എന്താണ് നോമിനൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ, ദീസ് അക്കൗണ്ട് ടൈപ്സ് ആർ റിലേറ്റഡ് ടു ഇൻകം ഓർ ഗെയിൻസ് ആൻഡ് എക്സ്പെൻസസ് ഓർ ലോസ്. നമ്മളെ കമ്പനിക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ബിസിനസ്സിന് ഉണ്ടാവുന്ന ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ്, ഗെയിന്, ലോസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളൊക്കെ നമ്മൾ പ്രധാനമായിട്ടും നോമിനൽ അക്കൗണ്ട് എന്ന രീതിയിലാണ് എന്ത് ചെയ്യുക, ട്രാൻസാക്ഷനിൽ എഴുതപ്പെടുക. അതിനും ഇതേപോലെ തന്നെ ലോ ഉണ്ട്. എന്താ പറയുന്നത്? ഡെബിറ്റ് ഓൾ ദ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ദ ഇൻകം ആൻഡ് ഗെയിൻസ്. ഇതാണ് നോമിനൽ അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ലോ എന്ന് പറയുന്നത്. അടുത്താണ് പ്രധാനപ്പെട്ട അക്കൗണ്ടൻസിയിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ്? റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. എവിടെയൊക്കെ ഡെബിറ്റ് ചെയ്യണം, എവിടെയൊക്കെ ക്രെഡിറ്റ് ചെയ്യണം, ഏതൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഏതൊക്കെ ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇത്തരത്തിലൊരു കാര്യമുണ്ട്. നമുക്കൊക്കെ ചില സമയത്ത് തെറ്റിപ്പോറുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ട്രാൻസാക്ഷണൽ ഒരു വൗച്ചർ അല്ലെങ്കിൽ അപ്പോൾ ഇത്തരത്തിൽ എന്ത് വെച്ചിട്ട് ഒരു ഡയഗ്രാം വെച്ചിട്ട്, ഇത്തരത്തിലൊരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എന്താണ് എവിടെയൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എവിടേക്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കണം. നോക്കാം. ആദ്യത്തെ കേസ് അസറ്റിൻ്റെയാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഡെബിറ്റ് ചെയ്യുക. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് നമ്മളെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസറ്റുകൾ ഉണ്ടെങ്കിൽ ആ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ഇനി അസറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലാബിലിറ്റി അല്ലേ? ആ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ക്രെഡിറ്റ് ചെയ്യുക. ദ ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അസറ്റിന് ലാബിലിറ്റിയും കേസ് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് എന്ത്? ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഇൻകം കൂടുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം കുറയുന്ന സമയത്ത് അവിടെ ഡെബിറ്റ് ചെയ്യണം. അടുത്ത എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന്റെ കേസിൽ എന്താണ്? എക്സ്പെൻസ് കൂടുന്ന സമയത്ത് അവിടെ ഡെബിറ്റ് ചെയ്യാം, എക്സ്പെൻസ് ഓർ ലോസ് കുറയുന്ന സമയത്ത് അവിടെ ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലൊരു ഡയഗ്രാമോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചാർട്ട് വെച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാൻ പറ്റും എവിടെയൊക്കെ ക്രെഡിറ്റ് ചെയ്യണം, എവിടെയൊക്കെ ഡെബിറ്റ് ചെയ്യണം. പ്രധാനമായിട്ടും ഇത് നമുക്ക് വരുന്നത് എവിടെയാണ്? കൂടുതലും ജേണൽ എൻട്രീസ് ഒക്കെ എഴുതുന്ന സമയത്താണ് കൂടുതലായാലും ആരൊക്കെ ഡെബിറ്റ് ചെയ്യണം, ആരൊക്കെ ക്രെഡിറ്റ് ചെയ്യണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി സാധിക്കുന്നത്. സോ അതിനുവേണ്ടി ഇത്തരത്തിലൊരു ഡയഗ്രാം വെച്ച് നമുക്ക് പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ നമുക്ക് പറയാനുള്ള ഡെബിറ്റും ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അക്കൗണ്ടൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇത്തരത്തിൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസും മറ്റും കാണാൻ വേണ്ടി താഴെ CC ബാങ്ക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ് ടു ഡേറ്റ് ആയിട്ട്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.